Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചതിലെ കോഴിക്കോട് വൈറൽ ട്രെൻഡിങ് താരം അതാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ. റെസിപ്പിയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2-3 പച്ചമുളകും 2 സവാള മീഡിയം സൈസുള്ളതും പിന്നെ 1/2 കിലോന് മൈദയായിട്ട് കൂന്തലും എടുത്തിട്ടുണ്ട്, കണവ. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നുള്ളത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഇവിടെ നല്ലോണം തണുപ്പാണ്, അതുകൊണ്ട് തേങ്ങെണ്ണയെല്ലാം ഇങ്ങനെ കട്ട പിടിച്ചിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂണ് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സവാളനെ കുഞ്ഞായിട്ട് കുനുകുനാന്നരിയുന്നല്ല പറയില്ലേ, അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സവാളനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റാം കേട്ടോ. കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റ് ഞാൻ ആദ്യം തന്നെ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് എളുപ്പമുണ്ട് നമുക്ക് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്ക് അത് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക്. ഇതിലേക്ക് ഒരു തേങ്ങൻ്റെ വറവ് ഉണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞുള്ളിയിലെ അതൊരു 5-6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പിന് മേലെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുവ് തേങ്ങ. പിന്നെ 2 പച്ചമുളകും പിന്നെ വലിയ ജീരകയില്ലേ ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് അതിനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ആ കൂന്തലിൻ്റെ ചിറകും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നില്ല, അതിനെല്ലാം പൊടിയായിട്ട് കഴിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി റെഡ് ചില്ലിയിൽ നല്ല കളറുള്ള കിട്ടാൻ വേണ്ടിയിട്ട് അതും ഒരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റാം. അതിന് ശേഷം നമ്മൾ ഇവിടെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ തേങ്ങയാണ് കേട്ടോ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെറുനാരങ്ങയിലെ ലെമൺ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചെടുക്കാം. ഇല്ലെങ്കിൽ തേങ്ങയും മധുരമാണ്, അതുപോലെ തന്നെ സവാളയും മധുരമാണ്, അപ്പോൾ ഒരു മധുരം ടേസ്റ്റ് ആവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ലെമൺ കൂടി ഞാനിതിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അവസാനം ഇട്ട് കൊടുക്കുന്നുള്ളത് നമുക്ക് മല്ലിയിലയിലെ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ഈ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഒരു 2-3 മിനിറ്റ് അടിച്ച് വെച്ചിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടായിട്ട് മെയിനായിട്ട് നമ്മൾക്ക് ഒരു പണിയുള്ളത് ഈ കൂന്തലിൻ്റെ അകത്തേക്ക് ഈ ഫില്ലിങ്സ് നിറച്ചെടുക്കലാണ്. ഞാൻ ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്പൂണിൽ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നീടുള്ളതൊക്കെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ അകത്തേക്ക് തള്ളിക്കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറൊക്കെ വായിലിടുമ്പോൾ കൈയിട്ടിട്ട് വായിലിങ്ങനെ തള്ളിക്കൊടുക്കില്ല, അങ്ങനെ ഇട്ടെടുത്തെങ്കിൽ എളുപ്പത്തിൽ അത് നമുക്ക് തള്ളി അതിൻ്റെ അതിലേക്ക് ഫില്ലായിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ടായിട്ട് അതിൻ്റെ ആ തലഭാഗം നമ്മൾ ബാക്കിയുള്ള ആ കണ്ണ് ആ സൈഡിലെല്ലാം ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അതൊന്നും ആരും കഴിക്കൂല. അതുകൊണ്ട് അതൊക്കെ കളഞ്ഞിട്ടായിട്ട് ഒരു കാണുമ്പോൾ ഒരു ചീലിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തിയെടുത്തതാണ്. അങ്ങനെ ഇതാ മുഴുവനും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. 8 പീസാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് വലിയതായതുകൊണ്ട് 8 പീസേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ, അതുകൂടി ഒഴിച്ചെടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്റർ കുറച്ചും കൂടി ലൂസാക്കണം എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ലൂസാക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. നമ്മൾ ആദ്യം സ്റ്റീം ചെയ്തെടുത്തിട്ട് വേവിച്ചതാണ്, അത് കുറേ സമയം സ്റ്റീം ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് വെന്ത് കിട്ടും. എന്നിട്ടായിട്ട് നല്ലോണം ഉപയോഗിച്ചെങ്കിൽ അതിങ്ങനെ ഡബ്ബറിൻ്റെ എഫക്റ്റ് ആവും നമുക്ക് ഇങ്ങനെ കടിക്കുന്ന ടൈമിൽ. അപ്പോൾ അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മൾ ഇത് ഇങ്ങനെ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മൂടിക്കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഇങ്ങനെ മൂടിക്കൊടിച്ചിട്ടുണ്ടായിരുന്നുള്ളത് കേട്ടോ. അങ്ങനെ മൂടിക്കൊടിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. നമ്മളുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ കൂന്തലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കവേ,
മീൻ ഭയങ്കര ടേസ്റ്റ് തന്നെ. നമ്മൾ കൂന്തലൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒരു തവണ ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ഐറ്റം തന്നെയാണ് ഇത്. നമ്മൾ ഇവിടെ ആരും അങ്ങനെ മീനൊന്നും കൂട്ടാറില്ല, കുറവാണ്. ഇക്ക മാത്രമേ പിന്നെയും കൂട്ടാറുള്ളൂ. ബാക്കി മക്കൾക്കൊക്കെ കൂന്തൽ, ചെമ്മീൻ, അതുപോലെ തന്നെ ഞണ്ട് അതുപോലത്തെ ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. ഈ കൂന്തൽ വാങ്ങിക്കുമ്പോൾക്ക് നോക്കിയിട്ട് വാങ്ങിക്കണം കേട്ടോ. കുറച്ച് ചെറുതാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. വലുപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഫില്ലിങ്സും ഒരുപാട് ഇടണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.